എന്താ അമ്മേ ഇവള് പുതിയതായിട്ട് ഇപ്പൊ എന്ത് കുഴപ്പം ഉണ്ടാക്കി വെച്ചത്? നീ നിന്റെ ഭാര്യയോട് തന്നെ ചോദിക്ക്, അവള് പറയട്ടെ. എന്താടി കാര്യം? എന്താന്ന്? എനിക്കൊന്നും അറിയില്ല. അങ്ങനെ നിനക്കൊന്നും അറിയാതിരിക്കില്ല. എടി നീ എന്ത് തലവേന ഉണ്ടാക്കി വെച്ചിരിക്കുന്നെന്ന് വെച്ചാ മര്യാദയ്ക്ക് തുറന്നു പറ. എന്റെ പൊന്നനന്തു, അനന്തു വിളിച്ചിട്ടല്ലേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഒന്നും അറിയാത്ത എന്നെ നിങ്ങൾ അമ്മയും മോനും കൂടി ഇങ്ങനെ ചോദ്യം ചെയ്താ ഞാൻ എന്ത് ചെയ്യണം? അപ്പോ നിനക്കൊന്നും അറിയില്ല? ഇല്ല. വേണ്ട, എല്ലാം അറിയാവുന്ന ഒരാൾ ഇവിടെയുണ്ട്. കാര്യങ്ങൾ അയാള് പറഞ്ഞോളും. എന്താ, ഞാൻ അയാളെ വിളിക്കട്ടെ? അമ്മ ആരെയാ വിളിക്കാൻ പോകുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാം? ഈ വരുന്ന ആളെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പരിചയമാണ്. ഒന്ന് വരൂ. അല്ല, തോമാച്ചൻ എന്താ ഇവിടെ? ഞാൻ അഴകത്തമ്മ വിളിച്ചിട്ട് വന്നതാ. എന്താ അമ്മ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കവിതയ്ക്കും കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? അതോ എല്ലാം മനസ്സിലായതിന്റെ പകപ്പിലാണോ? അനന്തുവിന്റെ അമ്മയ്ക്കും ബാലാമണിക്കും എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരു ഹോബി പോലെയാ. ഇതിനൊന്നും നിന്ന് തരാൻ ഈ കവിതയെ കിട്ടില്ല. ഞാൻ നമ്മുടെ റൂമിലുണ്ടാവും. അനന്തു എന്താന്ന് വെച്ചാ ഇവരോട് സംസാരിച്ചിട്ട് വാ. നിന്നോട് പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്നെ വിളിപ്പിച്ചത് ഞാനാണെങ്കിൽ എപ്പോ ഇവിടെ നിന്ന് പോണമെന്നും ഞാൻ തന്നെ പറയും. അല്ലാതെ ഇവിടെ നിന്ന് ചലിച്ചു പോവരുത്. തോമച്ച, അതിങ്ങ് തരൂ. ഇത് നിന്റെ ചെക്കാണല്ലോ അല്ലേ? അതെ അമ്മ. ഈ ചെക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്ക്. അമ്മ, ഇതിൽ ഈ ഒപ്പ് അത് നിന്റേതല്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ഒപ്പ് നിന്റേത് തന്നെയാ. പക്ഷേ ആ ഒപ്പിട്ടിരിക്കുന്നത് നീയല്ല. എന്താ, അങ്ങനെയല്ലേ? അല്ലമ്മേ, ഇതെന്റെ അല്ല. എടാ, നീ അവളെ നോക്കിയിട്ടൊരു കാര്യമില്ല. വാ തുറന്നൊരക്ഷരം അവള് പറയില്ല. തോമച്ച, എന്താ സംഭവിച്ചത്? കവിത എന്നോട് കുറച്ച് പണം ചോദിച്ചു. മുമ്പുണ്ടായ ഇഷ്യൂവിന്റെ പേരിൽ ഞാനത് കൊടുക്കില്ലെന്നാ പറഞ്ഞത്. ഒടുവിൽ കാല് പിടിച്ച് പറഞ്ഞപ്പോ കാശ് കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. അതിന് ഈടായിട്ട് അനന്തുവിന്റെ ചെക്ക് തരാമെന്ന് പറഞ്ഞപ്പോ ഞാൻ തീരെയും സംശയിച്ചില്ല. നിന്നോടൊരു വാക്കുപോലും പറയാതെ നിന്റെ ചെക്ക് മോഷ്ടിച്ച് അതിൽ നിന്റെ ഒപ്പിട്ട് ഇവൾ ഇയാൾക്ക് കൊണ്ടുപോയി കൊടുത്തു. നിൽക്ക്, കഴിഞ്ഞില്ല. മറ്റൊന്നുകൂടി ഇവള് ചെയ്തു. കടമായി കൊടുക്കുന്ന കാശ് തിരിച്ചു കൊടുക്കാൻ നിനക്കോ ഇവൾക്കോ കഴിഞ്ഞില്ലെങ്കിൽ ആ പണം ബാലാമണി കൊടുക്കുമെന്ന് ഇവള് പറഞ്ഞു വിശ്വസിപ്പിച്ചു. നിന്റെ ഭാര്യ നിന്റെ അന്തസ്സിന് എന്ത് വലിയ കൽപ്പിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ ബാലാമണിയുടെ മുൻപിൽ ഇനി ഒരിക്കൽ കൂടി എന്റെ ഭർത്താവ് തലകുനിച്ചു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത് എന്നേ വിചാരിക്കൂ. അല്ലാതെ ബാലാമണിയുടെ ഭിക്ഷയായി തരുന്നത് കൈനീട്ടി വാങ്ങാനുള്ള മനസ്സ് കാണിക്കില്ല. ഇതെനിക്ക് ഇങ്ങനെ അല്ലാതെയും പറയാമായിരുന്നു, നിന്നോട് മാത്രമായിട്ട്. അമ്മ അങ്ങനെ ചെയ്യാതിരുന്നത് നിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അമ്മയുടെ മുൻപിൽ നീ തലകുനിച്ചു നിൽക്കുന്നത് പോലും അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. നീ നാളെ നാട്ടുകാരുടെ മുന്നിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നാൽ അമ്മയ്ക്കത് താങ്ങാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാനാ ഇത്രയും ചെയ്തത്.
മതി, ഇനി അവളെ തല്ലരുത്. ഇത് നീ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇവൾ ഇത്രയ്ക്കങ്ങ് നശിച്ചു പോവില്ലായിരുന്നു. എന്താടി ഇനി നിന്ന് കണ്ണുപിടിക്കുന്നത്? കേറിപ്പോടിയത്ത്, കേറിപ്പോ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ. പോട്ടടാ, നീ ഇങ്ങനെ വിഷമിക്കാതെ, ഒക്കെ ശരിയാവും. ഇല്ലമ്മേ, ഒരിക്കലും ഒന്നും ശരിയാവില്ല. ബാലാമണിയുടെ ശാപം എപ്പോഴും എൻ്റെ തലയ്ക്ക് മുകളിലുണ്ട്. അത് എന്നെ കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് കൊണ്ടുപോകും. ആർക്കും അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് പോലും. എന്നാലും ഇത് കുറച്ച് കഷ്ടമായി പോയി കവിത. അല്ല, എല്ലാവരുടെ മുന്നിൽ വെച്ച് അനന്ത് നിന്നെ തല്ലേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എന്റെ ഭർത്താവ് എന്നെ തല്ലിയെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചു. അതിന്റെ പേരിൽ മറ്റാരും സങ്കടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. അതിന് എനിക്ക് സങ്കടമുണ്ടെന്ന് ആരാ പറഞ്ഞത്? അല്ല, അത് ഉള്ളിലെ സങ്കടേ ഞാൻ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തിനാ അങ്ങനെയും കൂടി നിന്നെ ഞാൻ വിഷമിപ്പിക്കുന്നത്? ബാലാമണി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവളൊന്നും വിചാരിച്ചിരുന്നെങ്കിലേ നിസ്സാരമായിട്ട് തീർക്കാവുന്ന ഇഷ്യൂ അല്ലായിരുന്നോ ഇത്? അതിനെ അവൾ അങ്ങ് ഊതി പെരിപ്പിച്ച് അനന്തോന്റെ കൈ നിന്റെ ചെകിട്ടത്ത് വീഴുന്ന അവസ്ഥ വരെ കൊണ്ടെത്തിച്ചു. ഇത്രയൊക്കെ നിന്നോട് ചെയ്തിട്ടും ബാലാമണിയോട് ക്ഷമിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു കവിതേ? അവളോട് ഞാൻ ക്ഷമിച്ചെന്നോ? അങ്ങനെ ആരാ ഏട്ടത്തിയോട് പറഞ്ഞത്? ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ല. പറ്റിയൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക ഞാൻ. എന്റെ സമയമൊന്ന് വന്നോട്ടെ. എന്നോട് ചെയ്ത എല്ലാത്തിനും അന്ന് ഞാൻ അവളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും. എന്നെ നശിപ്പിക്കാൻ വേണ്ടി 2ാം ജന്മം എടുത്തു വന്ന ബാലാമണിയെ അധികമൊന്നും വൈകാതെ തന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. പകയും വാശിയൊക്കെ ഇങ്ങനെ പറഞ്ഞു തീർക്കാനുള്ളതല്ല, പ്രവർത്തിച്ച് കാണിക്കണം. ചെറുതാണെങ്കിലും ഒരു തിരിച്ചടി നീ അവൾക്ക് കൊടുക്കണം കവിത. അല്ലെങ്കിൽ അവളുടെ മുമ്പില് നീ ഒന്നും അല്ലാതായി പോവും. ബാലാമണി, നീ എന്നോട് പറഞ്ഞു നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ വരരുതെന്ന്. നീ എന്നെ ഒഴിവാക്കാൻ പറഞ്ഞതാണെന്ന് എനിക്കറിയാം. നീ ഓരോ തവണ അപമാനിക്കുമ്പോഴും ഈ അച്ഛൻ്റെ ഉള്ളു പൊള്ളുന്നുണ്ട് മോളെ. എന്തു ചെയ്യാം, പിന്നെയും ഈ അച്ഛൻ നിന്റെ അടുത്തേക്ക് തന്നെ വരും. പക്ഷെ ഇനി ഒരിക്കലും അച്ഛൻ എൻ്റെ മോളെ ശല്യപ്പെടുത്തില്ല, നിന്റെ മുമ്പിലേക്ക് വരികയില്ല. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയ ഒരു സമ്മാനാ. വേറൊന്നുമല്ല, ഒരു സാരിയാ. അച്ഛൻ ഇതുവരെ എൻ്റെ മോൾക്കൊന്നും വാങ്ങി തന്നിട്ടില്ലല്ലോ. ആദ്യമായിട്ടും അവസാനമായിട്ടും ഇങ്ങനെ ഒരു സമ്മാനം ഇരിക്കട്ടെ എന്ന് വെച്ചു. എൻ്റെ മോള് ഇതൊന്ന് ഉടുത്തു കാണണമെന്ന് അച്ഛന് വലിയ ആഗ്രഹമുണ്ട്. ഇല്ലെങ്കിലും വിഷമമില്ല. അച്ഛൻ്റേതെന്ന് പറയാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയ സമ്മാനെങ്കിലും എൻ്റെ മോള് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ അച്ഛൻ അത് മാത്രം മതി. പോകുമ്പോൾ
ദാ അതുകൂടി കൊണ്ടുവയ്ക്കോളൂ. അച്ഛൻ കൊണ്ടുവരുന്ന സമ്മാനങ്ങളും കാത്തിരുന്ന ഒരു ബാല്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. തിരിച്ചറിവ് വന്നതിന് ശേഷം പിന്നീട് ഇന്നേ വരെ ആ സമ്മാനങ്ങളോടൊന്നും ഒരാഗ്രഹവും എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛൻ്റേതെന്നും പറഞ്ഞ് ഇത് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ മകളുടെ മനസ്സിൽ അച്ഛൻ എന്ന ചിത്രം വളരെ വലുതായിരിക്കണം. പക്ഷേ വരച്ച് വികൃതമാക്കിയ അറപ്പ് തോന്നുന്ന ഒരു ചിത്രം മാത്രമാണ് എനിക്കെൻ്റെ അച്ഛൻ. ആ അച്ഛൻ തരുന്ന സമ്മാനങ്ങളോടും അതേ വെറുപ്പും അമർഷവും മാത്രമേ എനിക്കുള്ളൂ. ഇനിയും സ്വയം ചെറുതാകാൻ വേണ്ടി ഇത്തരം നാടകങ്ങളുമായി എന്റെ അടുത്തേക്ക് വരരുത്. ആ മാന്യതയെങ്കിലും എന്നോട് കാണിക്കണം. പൊയ്ക്കോളൂ. അവളിത് വാങ്ങിയില്ല അല്ലേ? വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമാവില്ലായിരുന്നു. പക്ഷെ എൻ്റെ മോള് ഇതെന്റെ കാൽക്കലേക്ക് വലിച്ചെറിഞ്ഞു. അതാ എന്നെ തകർത്ത് കളഞ്ഞത്. ഏട്ടാ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അങ്ങനെ ധരിക്കരുത്. ഇപ്പോ എന്റെ ഏട്ടൻ കരയുന്നതിന്റെ എത്രയോ ഇരട്ടി ബാലാമണി കരഞ്ഞിട്ടുണ്ട്. അവളുടെ ആ കണ്ണുനീരിന് കാരണക്കാരൻ എന്റെ ഏട്ടൻ തന്നെയാണ്. അല്ലാന്ന് ഏട്ടന് പറയാൻ പറ്റോ? നീയും കൂടി എന്നെ കുറ്റപ്പെടുത്തല്ലേ സുമംഗലേ? ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. എന്റെ അനന്തുവിന്റെ ഭാര്യയായിട്ട് അഴകത്തേക്ക് വരുമ്പോ എനിക്കവള് മറ്റേതോ വീട്ടിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി മാത്രമാണ്. ഇവൾ എന്റെ മകളാണെന്ന് ഏട്ടൻ എന്നോട് ഒരു വാക്കെങ്കിലും പറയാമായിരുന്നല്ലോ. എന്നിട്ട് ഏട്ടൻ എന്താ അത് ചെയ്യാതിരുന്നത്? നമ്മുടെ വീട്ടിൽ വച്ച് അവൾ എന്തെല്ലാം അനുഭവിച്ചു. അപ്പോഴെല്ലാം ഏട്ടൻ മൗനം പാലിച്ചതേയുള്ളൂ. എന്താ അല്ലേ? ഒടുവിൽ ഏട്ടനെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ബാലാമണിക്ക് അവളുടെ ജീവിതം കൈവിട്ടു പോയിരുന്നു. ആ ദേഷ്യ അവൾ ഏട്ടനോട് തീർക്കുന്നത്. അതുകൊണ്ട് എനിക്കവളെ കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല. അപ്പൊ ഞാനോ സുമംഗലേ? തെറ്റ് പറ്റിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയെങ്കിലും ബാലാമണിയെ അഴകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. നിന്റെ തണലിൽ നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു. അതവള് മനസ്സിലാക്കിയില്ലല്ലോ. വേണ്ട സുമംഗലേ, ഒരിക്കലും എന്റെ മോൾക്ക് എന്നെ മനസ്സിലാവില്ല. അവൾ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല. എന്നും അവളുടെ മനസ്സിൽ നീചനായൊരു മനുഷ്യന്റെ സ്ഥാനം എനിക്കുണ്ടാവുള്ളൂ. ഞാൻ ഇതുമായിട്ട് അവളുടെ മുമ്പിൽ പോകാൻ പാടില്ലായിരുന്നു. മക്കളെ ഏത് ആപത്തിലും സംരക്ഷിക്കാൻ കഴിവുള്ള ആളെയാ അച്ഛനെന്ന് പറയുന്നത്. എന്റെ മോളുടെ കാര്യത്തില് ഞാനത് ചെയ്തില്ലല്ലോ. അപ്പോ ആ നാവിൽ നിന്ന് അച്ഛാന്നുള്ള വിളി കേൾക്കാനും എനിക്ക് യോഗ്യതയില്ല. ഏട്ടാ, അതിങ്ങ് തരൂ. വേണ്ട. സുമംഗലിയെ പറയുന്നത്, അതിങ്ങ് തരാൻ.
ബാലാമണി ഇതുടുക്കും. ഇതുടുത്ത് അവൾ ഏട്ടന്റെ മുൻപിൽ വരും. അച്ഛ എന്ന് ബാലാമണി ഏട്ടനെ വിളിക്കുകയും ചെയ്യും. ഏട്ടന്റെ അനിയത്തിയെ പറയുന്നത്. സമാധാനായിട്ട് പോയി കിടന്നുറങ്ങിക്കോളൂ. എന്റെ പിന്നാലെ നടന്ന് ഇനിയും നീ എന്നെ ഉപദ്രവിക്കരുത്. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ഇങ്ങനെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാനാ ഞാനിപ്പോ ഈ മുറിയിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് മറ്റു ചിലതും കാണാൻ പറ്റിയല്ലോ. ഉള്ളുലയ്ക്കുന്ന എന്റെ വേദനയും എന്റെ കണ്ണിലെ കണ്ണീരും നിന്നെ അത്രയ്ക്ക് സന്തോഷിപ്പിക്കുന്നുണ്ടോ കവിത? നിരന്തരം പരാജയങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പോലെ ഒരാൾക്ക് വീണ് കിട്ടുന്ന ഇത്തരം മുഹൂർത്തങ്ങൾ സന്തോഷിക്കാനുള്ളത് തന്നെയാ. ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞതാ എന്റെ കണ്ണീര് കാണാൻ നീ ആഗ്രഹിക്കരുതെന്ന്. ഇപ്പോഴും ഞാൻ അത് തന്നെ പറയാണ്. എന്റെ കണ്ണ് നിറയുമ്പോ എനിക്ക് നിന്നോടുള്ള പകയും കൂടി കൂടി വരും. അറിയാം. പിന്നെ നീ എന്നെ ചവിട്ടി അരയ്ക്കും, ക്രൂരമായിട്ട് ഹരാസ് ചെയ്യും. എന്റെ ഗതികേടിനെ അതിന്റെ മാക്സിമത്തിൽ നീ യൂട്ടിലൈസ് ചെയ്യും. അത് ഒരുതരം ഭ്രാന്ത. പക്ഷേ നീ എനിക്കെതിരെ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ എന്നെ വിജയിക്കാൻ നോക്കിയാലും നിന്റെ മുന്നിലേക്ക് വന്നു വീഴുന്ന കളിപ്പാട്ടോ കുഞ്ഞുടുപ്പോ ഒരു കൺമഷി ഡപ്പയോ മതി നീ തോറ്റുപോയവളാണെന്ന് നിനക്ക് തന്നെ ബോധ്യപ്പെടാൻ. നിരന്തരമായ എന്റെ ഈ പരാജയങ്ങൾക്കിടയ്ക്ക് കവിതയ്ക്ക് സന്തോഷിക്കാൻ ഈ ഒരു ചെറിയ വിജയം മാത്രം മതി. നമുക്ക് സുന്ദരനാവണ്ടേ? സുന്ദരനാക്കി തരാട്ടോ മോനുട്ടാ. നമ്മളിന്ന് എവിടെയാ പോകുന്നേ? അഭിരാമി ഡോക്ടറെ കാണാൻ. ഓഹോ, ചേച്ചി ഇതിന് സമ്മതിച്ച? അതൊന്നും അറിയണമല്ലോ. ഇനി ഉടുപ്പിട്ട് തരാട്ടാ. ചേച്ചിക്ക് തലയ്ക്ക് വെളിവില്ലാതായ നോക്ക് പേടിപ്പിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ പിന്നെ നമ്മളെ കൂടെ അളിയനെ കൂടെ കൊണ്ടുവന്ന് ചേച്ചി തീരുമാനിച്ചെന്തിന്? അളിയനും കൂടെ വരുന്നുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞേ? അഭിരാമി ഡോക്ടറോട് നമ്മൾ പോയി സംസാരിച്ചാ മതി. എന്നാ ചേച്ചി എങ്ങനെയെങ്കിലും അളിയനെ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നിർത്താൻ നോക്ക്. അളിയനെ കൊണ്ട് ആ ഡോക്ടറെ കാണാൻ പോകുന്നത് മെനക്കേടാണ്. കാശിന്റെ കാര്യം സംസാരിക്കുമ്പോൾ അളിയ ഇല്ലായിരിക്കുന്നതാണ് നല്ലത്. അത് നീ പറഞ്ഞ ശരിയാ. അങ്ങേര് കൊച്ചിനെയും കൊണ്ട് ഇവിടെ അങ്ങ് നിന്നാ മതി. എങ്ങോട്ടും കെട്ടിയെടുക്കണ്ടെന്ന് ഞാൻ പോയി പറഞ്ഞോളാം. അല്ലെങ്കിലും ആ മണഗുണാഞ്ചൻ വന്നിട്ട് വലിയ കാര്യമൊന്നും ഒരു കാര്യമില്ല. ചേച്ചി പെട്ടെന്നൊന്ന് പറ. ചെല്ലു പോ. നിങ്ങൾ ഈ കൊച്ചിനെയും കെട്ടി ഒരുക്കി എങ്ങോട്ട് കൊണ്ടുപോവാ? ഇന്നല്ലേ നമ്മൾ അഭിരാമി ഡോക്ടറെ കാണാന്ന് പറഞ്ഞത്. ആ പറഞ്ഞ ദിവസം എന്ന് തന്നെയാ. പക്ഷേ തൽക്കാലം അഭിരാമിയെ നമ്മൾ ഇന്ന് കുഞ്ഞിനെ കാണിക്കുന്നില്ല. കാണിക്കാതിരുന്നാല് ഒരു കുഴപ്പമില്ലല്ലയാ. അളിയൻ കുഞ്ഞിനെ നോക്കി ഇവിടെ തന്നെ ഇരുന്നോ. ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. എന്നാലും ഒരെന്നാലും ഇല്ല. കാശിന്റെ കണക്ക് പറയുമ്പോഴേ നിങ്ങൾ അവിടെ ഉണ്ടായാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാ വരണ്ടാന്ന് പറഞ്ഞ്. ദേ മനുഷ്യ, ഞാനും ഈ ചെക്കനും കൂടി ഈ പാടൊക്കെ പെടുന്നത് നമ്മളൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ അതൊന്നും മനസ്സിലാക്ക്. ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാനുള്ള കാശ് അവർ തന്നു കഴിഞ്ഞാ നമുക്ക് അവരുടെ കൊച്ചിനെ അങ്ങ് തിരിച്ചു കൊടുത്തേക്കാം. അളിയ, വന്നു കയറിയ മഹാലക്ഷ്മിയെ
ഗോൾഡൻ ഗോൾ അടിച്ച് കളയണോ? അതുകൊണ്ട് അളിയൻ ഞങ്ങൾ പറയുന്നതനുസരിച്ച് നിന്ന് തന്ന മാത്രം മതി. ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റളിയ അല്ലേ ചേച്ചി? അപ്പൊ ഇതാണ് നിങ്ങളുടെ തീരുമാനം? അതിന് യാതൊരു മാറ്റം ഉണ്ടാവില്ലല്ലേ? ഇല്ല, കുഞ്ഞിനെ തിരിച്ചു വേണമെങ്കിൽ ഞങ്ങൾക്ക് 20 ലക്ഷം രൂപ തന്നെ കിട്ടണം. എന്നോടിത് പറയാൻ ചേച്ചിക്ക് ഒരു മനസാക്ഷി കുത്തുമില്ലേ? അതിന്റെ ആവശ്യമില്ലല്ലോ ഡോക്ടറെ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. വേണ്ട. പക്ഷേ ഡോക്ടർ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെടുത്ത തീരുമാനത്തിന് മാറ്റമില്ല. ഒരു ഡേറ്റ് ഞങ്ങൾ പറയും, അതിനുള്ളിൽ ഞങ്ങൾക്ക് ആ കാശ് കിട്ടിയിരിക്കണം. ഞാനത് തരാൻ തയ്യാറല്ലെങ്കിലോ? എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ചോദിച്ച പണം ഞാൻ തരാൻ തയ്യാറല്ലെങ്കിലോ? നിങ്ങൾ എന്താ കരുതിയത്? എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചെടുക്കുന്നോ? എങ്കിൽ അത് നടക്കില്ല. മര്യാദയ്ക്ക് ആ കുഞ്ഞിനെ തിരിച്ചു തന്നാൽ ഇത്രയും നാളും അവനെ നോക്കിയതിന്റെ പ്രതിഫലം 1-2 ലക്ഷം രൂപ ഞാൻ തരും. അതല്ലാതെ ഇതുപോലെ ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് നിയമത്തിന്റെ സഹായം തേടേണ്ടി വരും. അയ്യോ അയ്യോ ഡോക്ടറെ, ചതിക്കല്ലേ ഡോക്ടറെ. ദേ, ഞങ്ങൾ എന്തോ വിവരക്കേട് പറഞ്ഞു എന്ന് വെച്ച് ഡോക്ടർ ഈ കാര്യത്തിൽ പോലീസിനെ ഒന്ന് ഇടപെടുത്തല്ലേ. ഇത്രയും പേടിച്ചാ മതിയോ ഡോക്ടറെ?